ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ, അപ്പോൾ 10 വർഷത്തേക്ക് കുറച്ച് സ്ത്രീകൾക്ക് അല്പം അവരുടെ കുടുംബത്തിലെ ദാരിദ്ര്യം അല്പം മാറ്റാൻ വേണ്ടി എന്ന നിലയിൽ തുടങ്ങിയ കുടുംബശ്രീ ഇന്ന് മറ്റൊരു മേഖലയിലേക്ക്, മറ്റൊരു തലത്തിലേക്ക് അത് വളർന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന 3 മേഖല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ വികസനത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇന്ന് കുടുംബശ്രീ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇന്ന് പലരും കുടുംബശ്രീ എന്ന് പറയുമ്പോൾ പലരുടെ മുന്നിലും അത് പലതാണ്. ചിലർക്കത് ഹരിതകർമ്മസേനയാണ്, വേസ്റ്റ് എടുക്കുന്നവരാണ്, മറ്റു ചിലർക്കത് മറ്റെന്തൊക്കെയോ ആണ്. ഇത് പല രീതിയിലാണ്. അതിന് കാരണം ആ കുടുംബശ്രീയുടെ പ്രവർത്തനത്തിൻ്റെ ബാഹുല്യമാണ്, അതിൻ്റെ വൈപുല്യമാണ്. കുടുംബശ്രീ ഇന്ന് കടന്നു ചെന്നിട്ടില്ലാത്ത ഒരു മേഖലയും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സാന്ത്വനം എന്ന് പറയുന്ന ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങളുണ്ട്. മൈക്രോ എൻ്റർപ്രൈസസ്, സൂക്ഷ്മ സംരംഭങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. നമുക്കറിയാം, ഏതാണ്ട് 18 വയസ്സ് 20 വയസ്സിനിടയിൽ മാക്സിമം +2 വരെ, ചിലർ ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ടാകുന്ന സാധാരണ കുടുംബങ്ങളിലെ സ്ത്രീകൾ വിവാഹം കഴിച്ച് കുട്ടികളുമായി ജീവിക്കുമ്പോൾ ഒരു തൊഴിലെന്നോ ഒരു വരുമാനമെന്നോ ഉള്ള യാതൊരു തരത്തിലുമുള്ള സ്വപ്നം പോലും കാണാൻ ധൈര്യപ്പെടാതിരുന്ന സ്ത്രീകളാണ്. ഈ സ്ത്രീകളാണ് ഇന്ന് എന്തൊക്കെ തരം പ്രവർത്തനങ്ങളിലാണ് അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അപ്പോൾ ഈ സൂക്ഷ്മ സംരംഭങ്ങൾ എന്ന് പറയുന്ന ചെറുകിട സംരംഭങ്ങൾ, അവർ ചെരുപ്പുണ്ടാക്കുന്നവരുണ്ട്, മേസ്ത്രിമാരായി ജോലി ചെയ്യുന്നവരുണ്ട്, നിർമ്മാണ മേഖലയിൽ തൊഴിലെടുക്കുന്നവരുണ്ട്, IT മേഖലയിൽ തൊഴിലെടുക്കുന്നവരുണ്ട്. ഇങ്ങനെ പല തരത്തിലുള്ള സംരംഭങ്ങളാണ്. അപ്പോൾ ബിസിനസ് മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ എന്തെങ്കിലുമോ അറിയുകയോ പഠിക്കുകയോ ചെയ്തിട്ടുള്ളവരല്ല ഈ സ്ത്രീകൾ പലരും. പക്ഷെ തീർച്ചയായിട്ടും അതിനാവശ്യമായ ട്രെയിനിങ്, പരിശീലനങ്ങൾ കൊടുക്കുകയും എന്തിലാണോ അവർക്ക് താല്പര്യം, ചിലർക്ക് ആനിമൽ ഹസ്ബൻഡറി ആവാം, ചിലർക്ക് കൃഷിയാകാം, മറ്റു ചിലർക്ക് മറ്റു തരത്തിലുള്ള നിർമ്മാണ മേഖലയാകാം. അപ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സ്ത്രീകളെ ആ മേഖലയിലേക്ക് കൊണ്ടുവരാനും അവർക്ക് ഇത്തരം സൂക്ഷ്മ സംരംഭങ്ങൾ തുടങ്ങാനുമുള്ള എല്ലാ തരത്തിലുമുള്ള പിന്തുണാ സംവിധാനം ഗവൺമെൻറ് കൊടുക്കുന്നു എന്നുള്ളതാണ്. കുടുംബശ്രീക്ക് പ്ലാൻ ഫണ്ടിൽ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുന്ന തുകയ്ക്ക് പുറമേ ഇത്തരത്തിൽ അവർക്ക് പരിശീലനങ്ങൾ കൊടുക്കുവാനും അവരെ മുന്നോട്ട് കൊണ്ടുപോകാനും അതിനാവശ്യമായ ബാങ്ക് ലിങ്കേജിന് അതിനാവശ്യമായിട്ടുള്ള മറ്റു തരത്തിലുള്ള പലതരത്തിലുള്ള സഹായങ്ങൾ ഒക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഏതാണ്ട് 10,000-കണക്കിന് സ്ത്രീകളാണ് ഇത്തരം സൂക്ഷ്മ സംരംഭങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും കുറേ എണ്ണം പരാജയപ്പെടുന്നുണ്ടാകാം, പക്ഷേ വളരെ കൂടുതൽ എടുത്തു പറയത്തക്ക പേരുകൾ ധാരാളമുണ്ട്. ബ്രഹ്മി എന്ന് പറയുന്ന ബ്രഹ്മി ഇല, അതുകൊണ്ട് മാത്രം അതിൻ്റെ ഉൽപ്പന്നങ്ങൾ മാത്രം മാർക്കറ്റ് ചെയ്തുകൊണ്ട് വിറ്റഴിച്ചുകൊണ്ട് വലിയ തോതിൽ വിജയം കൈവരിച്ചവരുണ്ട്. വിജയഗാഥ, അവരുടെ കുടുംബശ്രീ സ്ത്രീകളുടെ സഹോദരിമാരുടെ വിജയഗാഥ എന്ന് പറയുന്നത് എത്ര വോള്യം വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ കഴിയുന്നതാണ്. അത്രയേറെ അവർ ആ മേഖലയിൽ നിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, മറ്റൊന്നാണ് സാമൂഹ്യ ശാക്തീകരണം എന്നത്. അതും വളരെയേറെ കുടുംബശ്രീ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭാവനകൾ എടുത്തു പറയേണ്ടതാണ്. ഏറ്റവും പ്രധാനം അതിൽ ബഡ് സ്കൂളാണ്. ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന കുഞ്ഞുങ്ങളുടെ സ്കൂളാണ്. 2004 എന്നാണ് എൻ്റെ ഓർമ്മ. ഇവിടെ വെങ്ങാനൂരിൽ, തിരുവനന്തപുരത്ത് വെങ്ങാനൂരിലാണ് ആദ്യത്തെ ബഡ് സ്കൂൾ തുടങ്ങിയത്. നമുക്ക് ഏതാണ്ട് പഞ്ചായത്തിൽ ശരാശരി 100ഓളം കുഞ്ഞുങ്ങൾ ഇത്തരത്തിൽ ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവരായുണ്ട്. അപ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ ഇത്തരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും തൊഴിലെടുക്കാൻ പോകാൻ പറ്റാത്ത സാഹചര്യം, അവരുടെ ദാരിദ്ര്യം, അവരുടെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ, മറ്റു തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ എത്രയോ ഭീകരമായ രീതിയിലാണ് അവരുടെ ജീവിതം തന്നെ തകർത്ത് കളയുന്ന രീതിയിലാണ്. പല കേസിലും അമ്മമാർ മാത്രമായി അവശേഷിക്കാറുണ്ട്. അച്ഛന്മാർ ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ഉപേക്ഷിച്ച് പോയ എത്രയോ കഥകളുണ്ട്. അപ്പോൾ ഈ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഈ കുഞ്ഞുങ്ങളെ എന്താണ് ചെയ്യേണ്ടത്? അവരെ സ്കൂളിൽ വിടാൻ കഴിയുന്നില്ല, അവരെ നോക്കാൻ കഴിയുന്നില്ല, അവർക്ക് സാമ്പത്തികമായ മറ്റൊരു തരത്തിലൊരാളെ വെച്ച് നോക്കാൻ കഴിയില്ല. അങ്ങനെയാണ് ഈ ബഡ് സ്കൂളുകൾ ഉണ്ടാകുന്നത്. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്രയോ ബഡ് സ്കൂളുകൾ ഏറ്റവും നല്ല രീതിയിൽ
നമുക്കറിയാം സ്വകാര്യ മേഖലയിലെ ഇത്തരം സ്കൂളുകൾ എന്നൊക്കെ പറയുന്നത് എത്രയോ സാമ്പത്തികമായ ചെലവുള്ള കാര്യമാണ്. പക്ഷേ നാട്ടിൻപുറങ്ങളിൽ സാധാരണക്കാരായ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഏറ്റവും സുരക്ഷിതമായി അവർക്ക് താമസിക്കുവാനും ജീവിക്കുവാനും പഠിക്കുവാനും ഒക്കെ കഴിയുന്ന ബഡ് സ്കൂളുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ് കുടുംബശ്രീയുടെ. മറ്റൊന്നാണ് ആശ്രയ പദ്ധതി. അതിൻ്റെ ആദ്യകാലങ്ങളിൽ അത് വളരെ സജീവമായിരുന്നു, പിന്നീട് അതിനൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഈ ആശ്രയ എന്ന് പറയുന്നത് ഏറ്റവും അതീവ ദരിദ്രരായിട്ടുള്ള അതിദരിദ്രരായിട്ടുള്ള വ്യക്തികൾക്ക്, മനുഷ്യർക്ക്, അവർക്ക് ആധാർ കാർഡ് ഉണ്ടാവില്ല, അവർക്ക് റേഷൻ കാർഡ് ഉണ്ടാവില്ല. ഇപ്പോൾ നിലവിലുള്ള ഇടതുപക്ഷ ഗവൺമെൻറ് അത്തരം അതിദരിദ്രരെ കണ്ടെത്തുകയും അതിനാവശ്യമായ ഇടപെടൽ നടത്തുകയും ചെയ്യാൻ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അത് കുടുംബശ്രീയാണ് ഓരോ പഞ്ചായത്തിലും അത്തരത്തിലുള്ള രോഗികളായവർ, കിടപ്പ് രോഗികളായവർ, വൃദ്ധരായവർ, ഒറ്റപ്പെട്ടവർ, അനാഥർ, അവർക്ക് എന്ത് തരത്തിലുള്ള സഹായമാണ്, അവർക്ക് ചിലർക്ക് മരുന്നായിരിക്കും വേണ്ടത്, ചിലർക്ക് ഭക്ഷണമായിരിക്കും വേണ്ടത്, എന്ത് സഹായമാണോ അവർക്ക് ആവശ്യം അത് കുടുംബശ്രീയാണ് അത് കൊടുക്കുന്നത്. ഇത്തരത്തിൽ സാമൂഹ്യ ശാക്തീകരണത്തിൻ്റെ മേഖലയിൽ വളരെ കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് കുടുംബശ്രീ വളരെ മാതൃകാപരമായി പ്രവർത്തിച്ചു വരുന്നുണ്ട്.